കൂടാളി സ്കൂളിലെ രാഹുലിനെ ഇപ്പോൾ കേരളത്തിൽ അറിയാത്തവരാരുമില്ല. ആ രാഹുലിനോട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് രാമായണ സന്ദേശം യുവതലമുറയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ഒന്ന് പറയാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി രാഹുൽ അത് പറയുകയാണ്. നമസ്തേ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും പ്രസക്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇതെന്താണ് നമ്മോട് പറയുന്നത് എന്നാണ്. ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധാർമ്മികമായ ഒരു ജീവിതം നയിക്കാനാണ് രാമായണവും മഹാഭാരതവും നമ്മോട് പറയുന്നത്. രാമായണത്തിൽ ശ്രീരാമനിലൂടെ, മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനിലും യുധിഷ്ഠിരനിലുമൂടെയാണ് ഈ തത്വങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. രാമായണത്തിൻ്റെ കാലാതീതമായ പ്രസക്തി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കാലാതീതമായി ധർമ്മത്തിനുള്ള പ്രസക്തി തന്നെയാണ് രാമായണത്തിനുള്ളത്. ഈശ്വരനിലൂടെ, ശ്രീരാമൻ എന്ന ഭരണകർത്താവിലൂടെ, ശ്രീരാമൻ എന്ന ഭർത്താവിലൂടെ, ശ്രീരാമൻ എന്ന ബാലകനിലൂടെ, ശ്രീരാമൻ എന്ന ഈശ്വരനിലൂടെ നമ്മോട് പറയുന്നത് മാനവരാശി എന്താവണം, അല്ലെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം എന്തായിത്തീരണം എന്നതാണ് രാമായണം നമ്മോട് പറയുന്നത്. അതായത് വെറുതെ വായിച്ചു രസിക്കാനോ തത്വങ്ങൾ മനസ്സിലേക്ക് അങ്ങനെ വെറുതെ കൊണ്ടുവരാനോ ഉള്ളതല്ല രാമായണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. വെറുതെ പഠിക്കുകയല്ല വേണ്ടത്, അത് പ്രാവർത്തികമാക്കുക കൂടി ചെയ്യുമ്പോഴാണ് രാമായണത്തിലെ അർത്ഥം, അല്ലെങ്കിൽ രാമായണം എന്താണ് എന്ന് നമ്മോട് പറയുന്നത് അത് അന്വർത്ഥമാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിഹാസങ്ങളുടെ അർത്ഥം എന്താണ്? ഇതി ഇഹ ആസീത്, ഇവിടെ ഇപ്രകാരം സംഭവിച്ചിരുന്നു. ശ്രീരാമൻ്റെ ജീവിതത്തിലൂടെ, യുധിഷ്ഠിരൻ്റെ ജീവിതത്തിലൂടെ, ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലൂടെ ഈ ചരിത്രത്തെ സനാതന ധർമ്മവുമായി ചേർത്ത് ഉപകഥകളോടുകൂടി അവതരിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ വേദാന്ത വേദ്യങ്ങളായ തത്വങ്ങളാണ് രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മോട് പറയുന്നത്. എന്തിനാണ് ഈ ഉപകഥകളുടെ പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർക്ക് എല്ലായ്പ്പോഴും വേദം പഠിക്കാൻ കഴിയണമെന്നില്ല. കാരണം വേദാന്ത വേദ്യങ്ങളായ തത്വങ്ങൾ അത്രയും ഗഹനമാണ്. എന്നാൽ ആ തത്വങ്ങൾ ഒരു കഥയിലൂടെ, അതിശയോക്തി കലർന്ന ചെറിയ കഥകളിലൂടെ പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് മനസ്സിലാകും. ഗൃഹസ്ഥനായ ഒരു പാമരന് ഒരിക്കലും വലിയ തത്വങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ അവന് കഥ കേൾക്കാൻ ഇഷ്ടമായിരിക്കും, കഥയിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആർജിക്കാൻ കഴിയും. അതുകൊണ്ടാണ് രാമായണം കഥയിലൂടെ മുന്നേറുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ രാമായണത്തെ കേവലം അതിശയോക്തി മാത്രമായി കാണുന്നത് തന്നെ ഇത് ഭൗതികതയിൽ നിന്ന് നോക്കിക്കാണുന്നതിൻ്റെ പ്രശ്നമാണ്. നമ്മളോട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം എങ്ങനെ നയിക്കണം എന്നതിനുള്ള മാർഗനിർദ്ദേശമാണ് രാമായണം തരുന്നത്. ഒരു ഉദാഹരണം പറയും. ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന ചോദ്യത്തിന് രാമായണം നൽകുന്ന ഉത്തരം ജീവാത്മാവ്, പരമാത്മാവ് എന്നിവ പര്യായ ശബ്ദങ്ങളാണ്. ഓർത്താൽ രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഇതം ശരീരം കൗന്ദേയ ക്ഷത്രമിത്യവിധീയതേ എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് എന്ന് പറയുന്നത്. ഈശ്വരൻ സർവ്വജഗത്തിലും വസിക്കുന്നു. ആ ഈശ്വരൻ്റെ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നാം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നുകൂടി പറയുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുക? ഈശ്വരനെ ജ്ഞാനം കൊണ്ട് മാത്രമേ പ്രാപ്തമാക്കാൻ കഴിയുകയുള്ളൂ. എങ്ങനെയുള്ള ജ്ഞാനം കൊണ്ട്? ഒരുപാട് തരത്തിലുള്ള ജ്ഞാനങ്ങളുണ്ട്. അറിവ് എന്നാൽ ജ്ഞാനം എന്നല്ല അർത്ഥം. ഈശ്വരനെ പ്രാപ്തമാക്കാൻ കഴിയുന്നത് പ്രജ്ഞാനം കൊണ്ടാണ്, പ്രഹർഷണയുള്ള ജ്ഞാനം കൊണ്ടാണ്. ആ ജ്ഞാനം ആർജിക്കലാണ് രാമായണത്തിലൂടെ നാം ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ധാർമ്മികമായ ബോധത്തോടെ ശ്രീരാമനിലൂടെ, ശ്രീകൃഷ്ണനിലൂടെ, യുധിഷ്ഠിരനിലൂടെ ഇത്തരം തത്വങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് രാമായണം വായന. അല്ലാതെ വായന നന്നാവാനോ അല്ലാതെ വെറുതെ വായിച്ചു പോകാനോ ഉള്ള ഒരു സംഗതിയല്ല രാമായണം. അതിന് പല ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ രാമായണത്തെയും മഹാഭാരതത്തെയും മറ്റ് പൗരാണിക ഇതിഹാസങ്ങളൊന്നും നാം ഇത്തരത്തിൽ നോക്കിക്കാണേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിന് വേണ്ടതാണ് എന്ന ചിന്തയോടെ നോക്കിക്കാണുമ്പോൾ മാത്രമേ അതിനോടുള്ള നമ്മുടെ ഒരു അടുപ്പം പൂർത്തിയാകുന്നുള്ളൂ. ആ അടുപ്പം ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടാകൂ. എന്താണ് ഭക്തി എന്നൊക്കെ രാമായണത്തിൽ എഴുത്തച്ഛൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശബരിയാശ്രമ പ്രവേശത്തിൽ എഴുത്തച്ഛൻ എന്താണ് പറയുന്നത്? ഈശ്വരാഭിമുഖമായ പ്രേമമാണ് ഭക്തി. ആ ഈശ്വരാഭിമുഖമായ പ്രേമമുണ്ടാകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഈശ്വരനെ സ്മരിക്കാൻ കഴിയൂ. അതിനുള്ള ഏക മാർഗം, അല്ലെങ്കിൽ ഒരു മാർഗം എന്ന് പറയുന്നത് രാമായണവും മഹാഭാരതവും പോലുള്ള ഇതിഹാസങ്ങൾ കേൾക്കുക, വായിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നതാണ്. ഇതിനുള്ള ഉദ്യമം
ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതാണ്. ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന പല അപജയങ്ങൾക്കും പല മൂല്യച്യുതിക്കും കാരണം ഇത്തരത്തിലുള്ള പൗരാണിക ഇതിഹാസങ്ങൾ പഠിക്കാത്തതാണ്. നമ്മുടെ മാനവർ അല്ലെങ്കിൽ നമ്മുടെ ഈ മാനവ സമൂഹം തന്നെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഭാരതീയർ അതിൽ ഇന്നും മുന്നിൽ നിൽക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മൂർധന്യയിൽ എത്തി നിൽക്കുമ്പോഴും ഇതിൻ്റെ ഉച്ചസ്ഥായിലാണ് നാം നിൽക്കുന്നതെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിന് എന്തുകൊണ്ട് ഇത്തരം അപജയങ്ങൾ, എന്തുകൊണ്ട് ഇത്തരം ദോഷകരമായ പ്രവൃത്തികൾ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ സംസ്കാരം, നമ്മുടെ പൗരാണികമായ സംസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെയായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആ സംസ്കാരത്തെ വീണ്ടെടുക്കാനുള്ള മാർഗമാണ് രാമായണ പഠനം. ഇത് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. രാഹുലിനോട് ഞാൻ തിരുവനന്തപുരം കൈമനത്ത് അമൃത സ്റ്റുഡിയോയിൽ വന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഈ രാമായണത്തിൻ്റെ സമകാലീന പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് പറയുകയും ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തതാണ്. എത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് രാഹുൽ. നൂറുകണക്കിന് അമ്പലങ്ങളിലും സ്ഥാപനങ്ങളിലും രാഹുലിൻ്റെ പ്രഭാഷണത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് നല്ല രീതിയിൽ തുടങ്ങി, ഗഹനമായിട്ടിറങ്ങി നല്ല രീതിയിൽ അവസാനിപ്പിച്ചു. രാഹുലിന് ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാം.